Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല എരിവോട് കൂടി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു നാടൻ മട്ടൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊക്കെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് 2.5 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ ഒക്കെ എരിവ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് മാത്രം വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഒരു അരക്കപ്പിലും കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് എത്ര വിസിൽ വേണമെങ്കിലും കേൾപ്പിക്കുക. ഞാനിപ്പോൾ ഇത് ഒരു 2 വിസിൽ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു മട്ടനാണിത്. ഇപ്പോൾ മട്ടനൊക്കെ വെന്ത് നന്നായിട്ട് വിസിലൊക്കെ പോയിട്ട് തുറന്നിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മട്ടൻ കറി നാടൻ രീതിയിൽ വെക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അതായിരിക്കും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് ഒരു 2-3 നുള്ള് ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി നിറയും ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി മട്ടനും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 സവാളയാണ്. പിന്നെ എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് സവാളയൊക്കെ കൂടുതലായിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ, നല്ല വലുപ്പത്തിലുള്ള സ്പൂണിലാണ് 3 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി 3 സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് അനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് കൂടുതലായിട്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ് മട്ടൻ കറിക്ക്.
ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെയും തക്കാളിയുടെയും കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞ് ഉള്ളി നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. പൊടികൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി മട്ടൻ വേവിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. മട്ടനിൽ വേവിച്ചപ്പോൾ ഉള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി തിളച്ചിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല ചേർക്കുന്നത് ലാസ്റ്റ് ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്